അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ഡിസംബർ 26 കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവർ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവെ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. Lord, infuse your spirit of power and grace. Thank you, Jesus.